ഹലോ നമസ്കാരം. ഞാൻ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത്. നമ്മൾ മറ്റൊരു വണ്ടി നോക്കാനായിട്ട് വന്നിരിക്കുകയാണ്. 2016 മാനുഫാക്ചറിങ് 2017 രജിസ്ട്രേഷനുള്ള ഒരു 4x4 ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഫോർച്യൂണർ. ഇതിപ്പോൾ ഓണറുടെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. വണ്ടി ഓണറായി കിടക്കുന്ന വണ്ടിയാണ്, ഡീലർമാരായി കിടക്കുന്ന വണ്ടിയല്ല കേട്ടോ. വണ്ടി 4x4 ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം 62,000 കിലോമീറ്റർ മാത്രമേ വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. 62,000 കിലോമീറ്റർ റൺ ചെയ്ത് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. വണ്ടിയിൽ റീപ്ലേസ് ഇവരിപ്പം പറഞ്ഞേക്കുന്നത് ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. വണ്ടി നമ്മൾ ഹിസ്റ്ററി എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് ഹിസ്റ്ററി എടുത്തിട്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. കമ്പനിയിൽ ഷോറൂമിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ എന്നുള്ളത് പിന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഫസ്റ്റ് വീഡിയോ റൗണ്ടായിട്ടുള്ളൊരു വീഡിയോ എടുക്കുവാണ്. വണ്ടി പുറമേ കാണാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വണ്ടി അധികം സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സാധാരണ ഇങ്ങനെ കിട്ടാറില്ല വണ്ടി. എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഡെൻറ്റോ കാര്യങ്ങളോ ഒക്കെ വണ്ടിക്കകത്ത് വരേണ്ടതാണ്. പക്ഷേ ഇവിടെ ഇതിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സ്ക്രാച്ചുകളോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കകത്തില്ല വലുതായിട്ട്. ഇനിയിപ്പം ബോഡി പാനലോ കാര്യങ്ങളോ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. 112 ആണ്, 117. ക്വാർട്ടർ പാനൽ ഫെൻഡർ, റൈറ്റ് സൈഡ് ഫെൻഡർ റീപെയിൻറ്റ് അവർ ചെയ്തിട്ടില്ല കേട്ടോ. ബോണറ്റ് ഇവിടെ ലിപ്പ് ഓക്കെയാണ്. നല്ല വെയിലുണ്ട്, നല്ല വെയിലും നല്ല ചൂട് അടിക്കുന്നുണ്ട്. ബോണറ്റും റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. 95, 109, 98, 97 ഇതൊന്നും റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു ഡോറ് ടച്ചപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. 121, 158, 214, 618. ഇതിൻ്റെ അടിഭാഗത്തോട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തോട്ട് കയറ്റി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് ഡോറും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 89, 87 ഇതൊക്കെയാണ്. ഈ പാനലും ഓക്കെയാണ്. ഈ പാനൽ പെയിൻറ്റ് ചെയ്തിട്ടില്ല. ആ രണ്ട് ഡോറും റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡിക്കി റീപ്ലേസ് ചെയ്തതാണ്. അന്നേരം റീപെയിൻറ്റ് ഓൾറെഡി കാണിക്കൂടെ. ഇത് റീപെയിൻറ്റ് ചെയ്തിട്ടുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഗ്ലാസ് മാറിയിട്ടില്ല. ഗ്ലാസ് ഒറിജിനൽ തന്നെയാണ് കിടക്കുന്നത്. 2016 ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. BG ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ പാനൽ നോക്കണം. ഈ പാനലിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളുണ്ട്, റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. പോളിഷിങ്ങിൽ പോകുന്ന സ്ക്രാച്ചുകളാണത്, മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകളാണ്. ഇത് റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. 01, 54, 52 റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. ബാക്കിലത്തെ റൈറ്റ് സൈഡ് ബാക്ക് ഡോർ റീപെയിൻറ്റ് ചെയ്തിട്ടില്ല. അത് പക്ക ഒറിജിനൽ പെയിൻറ്റിൽ തന്നെ നടക്കുകയാണ്. റണ്ണിങ് ബോർഡോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല കേട്ടോ. ടോപ്പ് സൈഡ് ഈ സൈഡും റീപെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെയും കൂടെ നോക്കട്ടെ. ഇതിൽ ടയർ കിടക്കുന്നത് കമ്പനിയിൽ നിന്ന് വന്ന ടയർ തന്നെ. അതാ വണ്ടിയുടെ കൂടെ വന്ന ടയർ തന്നെ. 2016 ടയർ തന്നെയാണ് കിടക്കുന്നത്. അത്യാവശ്യം ഗ്രിപ്പും ഉണ്ട്. 50% മേളിൽ, 50% കൂടുതലുണ്ട്. വണ്ടിയുടെ ടയർ ഗ്രിപ്പ് 50% കൂടുതലുണ്ട്. 4 ടയറും 50% കൂടുതൽ ഗ്രിപ്പും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോക്കർ, ഓട്ടോമാറ്റിക് ഷോക്കർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചില കുറച്ച് പിടുത്തവും കാര്യങ്ങളൊക്കെ വരും. ചിലപ്പോൾ വർക്കാവാൻ സാധ്യതയില്ല. ഇതിപ്പം കുഴപ്പമില്ല, വർക്കാവുന്നുണ്ട്. ആ ഒരു ഭാഗത്തും കംപ്ലൈൻറ്റ് ഇല്ല, അത് പെർഫെക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. പിന്നെ ഗ്ലാസ്സുകൾ, ടെയിൽ ലൈറ്റ് കാര്യങ്ങളൊന്നും, ക്രാക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഫ്രണ്ട് ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അത്യാവശ്യം നല്ല വിലയുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതിൽ വലിയ സ്ക്രാച്ചൊന്നും ഇല്ല. ക്രാക്കോ സ്ക്രാച്ചോ ഒന്നും ഇട്ടില്ല.
ഇനി ബോണറ്റ് തുറന്നിട്ട് നമുക്കൊന്ന് നോക്കാം, എൻജിൻ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻജിൻ റൂം കുറച്ച് വാഷ് ചെയ്തിട്ടേക്കുന്ന വണ്ടിയാണ്, അതുകൊണ്ട് കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ ക്രോസ് ബാർ ഒന്നും മാറിയിട്ടില്ല, ഈ സൈഡോ കാര്യങ്ങളൊന്നും വർക്കൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഈ ഭാഗത്തും വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ആപ്രോൺ സൈഡ് നീറ്റാണ്. ആ സൈഡ്, ഈ സൈഡ് ഒന്ന് കാണിച്ചത്, ഈ സൈഡ് ആപ്രോൺ സൈഡ് നീറ്റാണ്. പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും പൊട്ടിച്ചു കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ അതുപോലെ ബോണറ്റിൻ്റെ പേസ്റ്റിങ് ഒന്നും പൊട്ടിച്ചിട്ടില്ല, ഒറിജിനൽ പേസ്റ്റിങ് തന്നെയാണ്. ഇല്ല, ഇതിൽ വർക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ബോണറ്റിൽ ഡെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോർമൽ സൗണ്ടാണ്, എൻജിൻ സൗണ്ട് നോർമലായിട്ടുള്ള സൗണ്ടാണ് കേൾക്കുന്നത്. നിങ്ങൾക്കിതിപ്പം നമ്മൾ മൈക്കിലൂടെ കേൾക്കുമ്പോൾ എങ്ങനെ ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയത്തില്ല, നോർമൽ എൻജിൻ സൗണ്ടാണ്. അപ്പോൾ ഈ ഒരു റൈറ്റ് സൈഡിൽ ഈ പേസ്റ്റിങ് ഇതും ഓക്കെയാണ്, ഇത് റീപ്ലേസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡോറും, ഈ ഡോറാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞത്. ഈ ഭാഗത്തും വലിയ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അന്നേരം ഇത് മേജർ ആയിട്ടുള്ള തട്ടോ കാര്യങ്ങളൊന്നുമല്ല, മൈനറായിട്ടുള്ള സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ പെയിൻറ്റ് അടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മേജറായിട്ടുള്ള തട്ടോ കാര്യങ്ങളോ ആയിരുന്നെങ്കിൽ ഈ പേസ്റ്റിങ് ഈ ഭാഗമൊന്നും ഇത്ര ക്ലിയർ ആയിട്ട് കമ്പനി പേസ്റ്റിങ് അതേപോലെ നിൽക്കത്തില്ല. ഇവിടോട്ടൊക്കെ പാച്ച് വർക്ക് ചെയ്യുമ്പോഴത്തേനും അത് ഡാമേജ് ആയി പോകും. അതുപോലെ ഈ ഭാഗമൊക്കെ നമ്മൾ നോക്കിയതാണ്, ഈ ഭാഗത്തൊന്നും വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കാം, സേതു ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ. വണ്ടിയുടെ ആൾ കൂടുണ്ട്. എങ്ങനെയുണ്ടാ വണ്ടി? കുഴപ്പമില്ല, സസ്പെൻഷനൊന്നും നമുക്കൊന്നും കാണിക്കുന്നില്ല. സ്റ്റിയറിംഗും വലിയ പ്രശ്നമില്ല, സ്മൂത്താണ് അത്യാവശ്യം. പവർ മോഡാണോ? കുഴപ്പമില്ല, ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് മാനുവലി ഷിഫ്റ്റ് ചെയ്യാം. 4 ഹൈയിലോട്ട് മാറ്റിയിട്ടുണ്ടല്ലേ? മാറ്റിയായിരുന്നു, 4 ഹൈയിലോട്ട് മാറ്റിയിട്ടുണ്ട് ആ സ്വിച്ച്. ലെതർ സീറ്റ് പെർഫെക്റ്റ് ആണ്, അതിൽ വേറെ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ പൊട്ടലോ കീറലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയർ നീറ്റാണ് കേട്ടോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓയിലടിയോ കാര്യങ്ങളൊന്നും ഇല്ല, അതിൽ നിന്ന് സ്പോക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എൻജിൻ സൈഡിൽ നിന്ന് സ്പോക്കോ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ അത് ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നോക്കണ്ടൊക്കെ അങ്ങനെ തന്നെ വരത്തുള്ളൂ, സ്മോക്കോ കാര്യങ്ങളൊന്നും വരത്തില്ല സാധാരണയായിട്ട്. ഇനി ഈ ക്രോസ് ബാർ കാര്യങ്ങൾ ഒറിജിനലാണ്, മാറിയിട്ടില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് ഓണറായി കിടക്കുന്ന വണ്ടിയാണ്, ബാക്കി കാണുന്നതാണ് വേണ്ടി. ഇതുപോലെ തന്നെ ഓണറുടെ കയ്യിൽ നിന്ന് അതല്ലെങ്കിൽ ടൊയോട്ടയുടെ ഷോറൂമിൽ നിന്ന് യൂസ്ഡ് കാറിൻ്റെ ഡിവിഷനിൽ നിന്ന് നമുക്ക് വണ്ടി എടുക്കാൻ ഡൽഹി, UP അതുപോലെ തന്നെ ഹരിയാന എന്നിവിടെ നിന്നുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന കമ്മീഷൻ വ്യവസ്ഥയിലാണ്, ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ കമ്മീഷൻ വ്യവസ്ഥയിൽ നമ്മൾ നാട്ടിൽ വണ്ടി ഉത്തരവാദിത്തോടുകൂടി എത്തിച്ച് നൽകുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന 60,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇനിയിപ്പോൾ നമ്മളുടെ കയ്യിൽ സ്കാനർ ഡാമേജ് ആയിപ്പോയി, അത് നമ്മൾ പുതിയ സ്കാനർ മേടിക്കണം. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ടുണ്ട് ഈ വണ്ടി ഒന്ന് സ്കാൻ ചെയ്യാനായിട്ട്. അവർ വരാൻ കുറച്ച് താമസം എടുക്കും. അവർ വന്ന് വണ്ടി സ്കാൻ ചെയ്തിട്ട് നമുക്ക് റിപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വണ്ടിയുടെ വില വരുന്നത് 22,90,000 ആണ് അവർ ഓണർ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഈ വിലയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നതായിരിക്കും. ഈ വണ്ടി നേരിട്ട് ഡൽഹിയിൽ നിന്ന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്.